ഇത് കാവ്യനീതിയുടെ കാലം, കണ്ടകശനി മാറിയ സത്യം, കരുത്തായി മാറുന്ന കാലം, പുകഴ്ത്തുപാട്ടുകൾക്ക് ശ്രുതി പിഴച്ചൊരു കാലം, പൊയ്മുഖങ്ങൾക്കിത് കഷ്ടകാലം. ഇത് സംവിധായകൻ വിനയന്റെ വരികളാണ്. 2 ദിവസം മുൻപ് സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത് കണ്ട് CPMകാർ ഞെട്ടി. മലയാളത്തിലെ സൂപ്പർ താരങ്ങളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്ന് പറയണം. CPMന് കേസ് മുക്കാൻ പറ്റാത്തതിന്റെ വിഷമം, മാധ്യമങ്ങളിലെല്ലാം രഞ്ജിത്ത് പിണറായിയുടെ അടുത്തയാളാണെന്ന് വാർത്ത പരന്നതിന്റെ വിഷമം, യുവനടിയുടെ പരാതി തന്റെ കൈകളിൽ എത്താത്തതിന്റെ വിഷമം, പരാതി എത്തിയിരുന്നെങ്കിൽ ലവ് യു ടു ദ മൂൺ ആൻഡ് ദ ബാക്കിന് പകരം ഒരു കപ്പ് കൂടി മുഖ്യന് വാങ്ങേണ്ടി വന്നേനെ. അതിന്റെ ക്യാഷ് ഖജനാവിൽ സേഫ്. സംവിധായകനെ കുടുക്കിയതിന് പിന്നിൽ പുതുതായി കൊച്ചിയിൽ സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റ കാളിരാജ് മഹേഷ് കുമാറിന്റെ കൃത്യമായ നീക്കമാണ് നടന്നത്. മന്ത്രിമാരുടെ മക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, സൂപ്പർ താരങ്ങൾ എന്നിവർക്കൊന്നും രഞ്ജിത്തിനെതിരായ പോലീസ് നീക്കം മുൻകൂട്ടി അറിഞ്ഞാലും അത് തടയാനോ പറ്റിയില്ല. തന്നെ PT കുഞ്ഞുമുഹമ്മദ് കയ്യേറി പിടിച്ചുവെന്ന പരാതിയുമായി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പോലീസിനെ സമീപിച്ച പെൺകുട്ടിക്ക് നീതി കിട്ടിയോ? ആ പെൺകുട്ടി തന്നെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞിട്ട് പിണറായി സർക്കാർ PTയെ ഒന്ന് തൊട്ടോ? എന്നാൽ രഞ്ജിത്തിന്റെ ആക്രമണത്തിനിരയായ പെൺകുട്ടി നൽകിയ പരാതി ചെന്നെത്തിയത് കാളിരാജ് മഹേഷ് കുമാർ എന്ന നീതിക്ക് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറായ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുൻപിലാണ്. CPMന്റെ കൊച്ചിയിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന ഉന്നതതല സംഘം, മട്ടാഞ്ചേരി മാഫിയ, കൊച്ചിയിലെ ബിസിനസ് ഗ്രൂപ്പ് തുടങ്ങിയ പവർ ഗ്രൂപ്പുകൾക്കൊന്നിനും രഞ്ജിത്തിന്റെ അറസ്റ്റ് തടയാനായില്ല. ഇതിന് കാരണം കശ്മീർ ഭീകരരെ വരെ വിറപ്പിച്ച കാളിരാജ് മഹേഷ് കുമാറാണ്. അതിനു പുറമെ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് പുറത്തു പോയതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിൽ പോലീസ് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായതും കാരണമാണ്. പണ്ട് ജമ്മു കശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വെടിയുണ്ട ഏറ്റുവാങ്ങിയിട്ടും തളരാതെ പോരാടിയ IPS ഉദ്യോഗസ്ഥനാണ് കാളിരാജ് മഹേഷ് കുമാർ. അതുകൊണ്ടാണ് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പരാതി കിട്ടിയ ഉടൻ രഞ്ജിത്തിനെ പിടികൂടാൻ കാളിരാജ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് രഹസ്യമായി പഴുതടച്ചു നീങ്ങിയത്. കരുതലോടെയുള്ള നീക്കം. രഞ്ജിത്താണെങ്കിൽ ഒളിവിൽ പോകാനുള്ള അതിലും വലിയ നീക്കമാണ് നടത്തിയത്. കൃത്യമായി രഞ്ജിത്തിനെ വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു പോലീസ്. മമ്മൂട്ടി നായകനായി അഭിനയിക്കുന്ന പോലീസിന്റെ കഥ പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. സുഹൃത്തായ രഞ്ജിത്തിന്റെ അറസ്റ്റ് തടയാൻ മമ്മൂട്ടിക്ക് പോലുമായില്ല. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ കാരവാനിൽ വെച്ച് രഞ്ജിത്ത് തന്നെ കയറി പിടിച്ചു എന്നാണ് യുവനടി പറയുന്നത്. ആ സിനിമയുടെ ആഭ്യന്തര സമിതിയിൽ പരാതിപ്പെട്ടിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് പെൺകുട്ടി കൊച്ചി സിറ്റി പോലീസിന് പരാതി നൽകിയത്. മമ്മൂട്ടി സിനിമയുടെ ആഭ്യന്തര സമിതിയുടെ ചുമതലയുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് സിയാസ് പറയുന്നത് പെൺകുട്ടിയുടെ ഇത്തരമൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ്. ഈ അഡ്വക്കേറ്റ് മുഹമ്മദ് സിയാദ് തന്നെയാണ് കോടതിയിൽ രഞ്ജിത്തിന് വേണ്ടി കേസ് വാദിക്കുന്നത് എന്നതാണ് മറ്റൊരു വിരോധാഭാസം.